എല്ലാവർക്കും ഹോക്രാസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഈ 29/10/2025 എല്ലാവർക്കും ഞാൻ ഗുഡ് മോർണിംഗ് നേരുന്നു. മറ്റൊരു ദിവസം കൂടി നമ്മളിലേക്ക് ആഗതമായി വന്നിരിക്കുകയാണ്. ഇപ്പോൾ ദിവസം പോകുന്ന വേഗത വളരെ കൂടുതലാണ്, വല്ലാതെ കൂടുതലാണ്. കഴിഞ്ഞ മാസം സാലറി മേടിച്ചതുള്ളൂ, ഈ മാസം സാലറി മേടിക്കേണ്ട ഒരു ദിവസം നാളത്തേക്ക് ആഗതമാവുകയാണ്. അപ്പോൾ എല്ലാവരോടുമായിട്ട് പറയാനുള്ളത് എന്താ പറയുക, വാക്കുകൾ. ഈ വാക്കുകൾക്ക് എന്തോരം പവർ ഉണ്ടെന്ന് അറിയാനായിട്ട് ഞാൻ ഇന്ന് രാവിലെ കണ്ട ഒരു ഷോർട്ട് വീഡിയോയിലൂടെ ഞാനൊന്ന് പറയുകയാണ് ആ അനുഭവം. ഡോക്ടർ ഇഷാൻ അഹമ്മദ് എന്ന് പറയുന്ന ഒരു പാകിസ്ഥാനി ഡോക്ടറുടെ കഥയാണ് ഞാൻ ഇന്നിവിടെ പറയാനായിട്ട് പോകുന്നത്. അത് വേറൊന്നുമല്ല, അദ്ദേഹത്തിനൊരു കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാനായിട്ട് ഒരു യാത്ര പുറപ്പെടേണ്ടി വന്നു. ആ യാത്ര പുറപ്പെടേണ്ടി വന്ന സമയത്ത് ഫ്ലൈറ്റ് കാലാവസ്ഥ പ്രതികൂലമായ സാഹചര്യത്തിൽ ഏതോ ഒരു എയർപോർട്ടിൽ ഇറക്കി. അപ്പോൾ അവിടെ നിന്ന് അദ്ദേഹത്തിന് പോകാനായിട്ടൊരു ടാക്സി ക്യാബിൻ അറേഞ്ച് ചെയ്ത് കൊടുത്തു. പക്ഷേ ആ ക്യാബിൻ പോയി കഴിഞ്ഞപ്പോൾ എവിടെ വെച്ചോ അതും കാലാവസ്ഥ പ്രതികൂലമായിട്ട് യാത്ര മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. അപ്പോൾ തൊട്ടടുത്ത വീട്ടിൽ ചെന്നിട്ട് ഒരല്പം വെള്ളം ചോദിച്ചു. അപ്പോൾ ആ വെള്ളം ചോദിച്ചപ്പോൾ അവിടെ ഒരു ഉമ്മായും, പ്രായമായ ഒരു ഉമ്മായും പേരക്കുട്ടിയും ഉണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ വെള്ളം കൊടുത്തു. അപ്പോൾ ഉമ്മാനോട് ചോദിച്ചു, ഉമ്മ എന്താണ് ഇവിടുത്തെ അവസ്ഥ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞു, ഇതെൻ്റെ മരിച്ചുപോയ മകൻ്റെ അല്ലെങ്കിൽ മകളുടെ കുട്ടിയാണ്, അവനൊരു മാറാരോഗമാണ്. ഞാനൊരു ഡോക്ടറെ അന്വേഷിച്ച് എല്ലാ രീതിയിലും ഞാൻ വിറ്റും പിറക്കിയൊക്കെയാണ് ഞാൻ എല്ലാം ചെയ്തത്. എന്നാലും ഞാൻ ഒരു ഡോക്ടറെ, എൻ്റെ ഇഷാൻ അഹമ്മദ് എന്ന് പറഞ്ഞൊരു ഡോക്ടർ ഉണ്ടായിരുന്നു, ആ ഒരു ഡോക്ടറെ എൻ്റെ അടുത്ത് എത്തിക്കണം എന്നുള്ളൊരു ആഗ്രഹത്താലോടുകൂടി എന്നും ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഇഷാൻ അഹമ്മദ് എന്നുള്ള പേര് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഏറ്റവും അവസാനം ഈ ഒരു ഡോക്ടറെ പറ്റിച്ച് ഇങ്ങനെ കൂടുതൽ പറയുന്നത് കേട്ടപ്പോൾ ആ വ്യക്തി ചോദിച്ചു, ഉമ്മ ആരാണ് ആ ഡോക്ടർ? അപ്പോൾ പറഞ്ഞു, ഇഷാൻ അഹമ്മദ് എന്നാണ് ആ ഡോക്ടറിൻ്റെ പേര്. ഉമ്മ അന്വേഷിക്കുന്ന ആ ഡോക്ടർ ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞു പോയി ആ ഡോക്ടർ. അപ്പോൾ പ്രാർത്ഥനയുടെ പവർ എന്തോരം ഉണ്ടെന്ന് നമുക്ക് ആ ഒരു സംഭവത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കാം. ഇത് നടന്ന സംഭവമാകാനാണ് കൂടുതൽ സാധ്യത. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രചരിക്കൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മാത്രമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഉമ്മയുടെ പ്രാർത്ഥന ആര് കേട്ടു, ഏത് മണ്ഡലത്തിലിരുന്ന് ഏതൊരാളാണോ കേട്ടത്, അതേപോലെ ഇഷാൻ അഹമ്മദ് എന്ന് പറഞ്ഞ ആ ഡോക്ടറെ ഏതൊരു പ്രതിഭാസമാണോ അവിടെ എത്തിച്ചത്, അതെല്ലാം വാക്കുകളിൽ നിന്ന് ജനിച്ചതാണ്. ഈ വാക്കുകൾ ജനിക്കുന്നതോ അത് ആ പ്രകൃതിയെ നിയന്ത്രിക്കുന്ന ആ രക്ഷിതാവിൽ നിന്ന് ജനിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ വാക്കുകളും വളരെ സൂക്ഷ്മമായിട്ട് ഉപയോഗിക്കുക. സൂക്ഷ്മമായി ഉപയോഗിക്കുന്ന ആ വാക്കുകൾക്ക് ഇത്രയധികം തീവ്രതയുണ്ടെന്ന് നമുക്ക് എപ്പോഴും മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. നമ്മൾ അറിയാതെയാണെങ്കിൽ പോലും നമ്മൾ മരണത്തെക്കുറിച്ചോ നമ്മുടെ പരാജയങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ചോ വീണ്ടും പറയരുത്. അത് വീണ്ടും പറയുന്നത് അതൊരു ഉത്തേജനമായിട്ട് പുറത്തേക്ക് അത് സംഭവിക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ കൂടുകയാണ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് ഞാൻ ഇന്ന് എൻ്റെ വാക്കുകളിലൂടെ സമാഹരിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.